ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് ഇനി ചെലവേറും. ഡിസംബർ 26 മുതൽ റെയിൽവേ നിരക്ക് വർധനവ് യാഥാർത്ഥ്യമാക്കുന്നതോടെ ദീർഘദൂര യാത്രകൾക്ക് ഇനി ചെലവേറുകയാണ്. രണ്ടാം തവണയാണ് ഈ വർഷം റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. 215 കിലോമീറ്റർ മുകളിലേക്കുള്ള യാത്രകൾക്കുള്ള ടിക്കറ്റ് നിരക്കാണ് വർദ്ധിപ്പിക്കുന്നത്. പുതിയ നിരക്ക് വർധനവ് പ്രകാരം 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിന് ജനറൽ ക്ലാസ് യാത്രയ്ക്ക് ഓരോ കിലോമീറ്ററിനും 1 പൈസ വീതമാണ് അധികം ഈടാക്കുന്നത്. മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലെ എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിപ്പിക്കും. എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളിലെ യാത്രാനിരക്കും കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ AC, നോൺ AC കോച്ചുകളിൽ 500 മീറ്റർ സഞ്ചരിക്കാൻ 10 രൂപ അധികമായി നൽകേണ്ടി വരും. ഉത്സവകാലത്ത് കേരളത്തിലേക്കടക്കം ടിക്കറ്റ് ലഭിക്കാതെ യാത്രക്കാർ വലയുമ്പോഴാണ് ഈ അധിക ബാധ്യത. ടിക്കറ്റ് നിരക്ക് വർധനവിലൂടെ റെയിൽവേയുടെ വരുമാനം പ്രതിവർഷം 600 കോടി രൂപ വർദ്ധിപ്പിക്കും. 2025 ജൂലൈയിലും റെയിൽവേ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലെ എയർ കണ്ടീഷൻ ചെയ്യാത്ത ക്ലാസുകളിലെ യാത്രാനിരക്ക് കിലോമീറ്ററിന് 1 പൈസയും എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകളിലെ യാത്രാനിരക്ക് കിലോമീറ്ററിന് 2 പൈസയും വീതമായിരുന്നു അന്ന് വർദ്ധിപ്പിച്ചത്. അതിനു മുൻപ് 2020 ജനുവരി 1-നും റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. സബർബൻ സീസൺ ടിക്കറ്റുകളിലെ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രവർത്തന ചിലവുകളിലുണ്ടായ വർധനവാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണമായി റെയിൽവേ ഇപ്പോൾ പറയുന്ന വിശദീകരണം.